കാലങ്ങളായി ആഗ്രഹിക്കുന്ന ഓഫീസ് ഇന്ന് നമുക്ക് പൂവണിഞ്ഞിരിക്കുകയാണ്. ഈ നാട് എന്തുകൊണ്ടും സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. SKSSFന്റെ മുദ്രാവാക്യം തന്നെ വിജ്ഞാനം, വിനയം, സേവനം എന്നതാണ്. ഈ 3 മുദ്രാവാക്യങ്ങളിൽ ഒരു നാടിന് വേണ്ട, ഒരു മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒതുങ്ങിയിരിക്കുന്നു എന്നതാണ് ഈ 3 മുദ്രാവാക്യത്തിന്റെയും പ്രത്യേകത. ഇൻഷാ അല്ലാഹ് ഈ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇവിടെ പ്രവർത്തിക്കപ്പെടുന്നത്, ഈ നാട്ടിന് ഈ ഓഫീസിൽ നിന്ന് ഇനി ലഭിക്കാൻ പോകുന്നത് വിജ്ഞാനമാണ്. നമ്മുടെ പ്രവർത്തനത്തിൽ വിനയം എങ്ങനെ കൊണ്ടുവരാമെന്നതാണ്. നമ്മുടെ പ്രവർത്തകർ സേവന സന്നദ്ധരുമായിരിക്കും. SKSSFന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഈ നാട്ടുകാർക്ക് വിശദീകരിച്ചു തരേണ്ട കാര്യമില്ല. SKSSFന്റെ പ്രവർത്തകരെയും പ്രവർത്തനങ്ങളെയും ധാരാളം കണ്ടവരും അനുഭവിച്ചവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ ഏത് ആവശ്യങ്ങൾക്കും, മതപരമാവട്ടെ ഭൗതികപരമാവട്ടെ കാരുണ്യമായ കാര്യങ്ങളാവട്ടെ, എന്തിനും SKSSFന്റെ പ്രവർത്തകരെ സമീപിച്ചാൽ ഇൻഷാ അല്ലാഹ് അതിന് നിങ്ങൾക്കൊരു മറുപടിയും നിങ്ങൾക്ക് പിന്നിൽ SKSSFന്റെ പ്രവർത്തകരും ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ കബൂലാക്കട്ടെ. നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്നത്, ഒരുപാട് സംഘടനകളെ കണ്ടവരാണ് കേരളീയ ജനത. രാഷ്ട്രീയമായി, ഭൗതികപരമായി, ആത്മീയമായി, മതപരമായി ഏത് മേഖലകളിലാവട്ടെ സംഘടനകൾ ധാരാളം കേരളത്തിലുണ്ട്. എന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന ദീനിന്റെ അതേ പ്രകാരം യാതൊരു വ്യത്യാസവും വരുത്താതെ മഹാനായ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന കേന്ദ്രീകരിച്ചുകൊണ്ട് എങ്ങനെയാണോ ദീൻ പ്രചരിപ്പിച്ചിരുന്നത്, അപ്രകാരം വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ദീൻ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും തന്റെ സഹോദരൻ അവരൊരു കാര്യത്തിനും പ്രയാസപ്പെടരുതെന്ന ഒരു മുസ്ലിമിന്റെ ആ ഒരു ഉറച്ച ഒരു വിശ്വാസം അത് പ്രാവർത്തികമാക്കുകയുമാണ് സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ. നമുക്ക് ഒറ്റക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. യദുല്ലാഹി അലൽ ജമാഅ എന്നാണല്ലോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അള്ളാഹുവിന്റെ സഹായം സംഘത്തിന്റെ മേലിലാണ്. നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ ഒരാളുടെ ആശയം അത് മറ്റവന്റെ ആശയം ഇങ്ങോട്ടുമൊക്കെ പങ്കുവെച്ചുകൊണ്ട് നാടിന് നല്ലൊരു പുരോഗതി ഉണ്ടാക്കാൻ കഴിയുമെന്നതാണ് നമ്മുടെ മുൻഗാമികളായ ഉസ്താദുമാർ ഇത്തരം ഒരു രൂപത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്. ഇനി നമുക്കുള്ളത് ഈ പ്ലാറ്റ്ഫോം സംരക്ഷിക്കുകയും നമ്മുടെ ഭാവി തലമുറയെ ദീനിൽ നിന്ന് വ്യതിചലിക്കാതെ അവരെ ആ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ് വേണ്ടത്. നമുക്കൊക്കെ ഉറച്ചു വിശ്വസിക്കാം, സമസ്തയ്ക്ക് കീഴിലോ സമസ്തയുടെ കീഴ്ഘടകങ്ങൾക്ക് കീഴിലോ നാം പ്രവർത്തിക്കാൻ സന്നദ്ധരായാൽ, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ദുനിയാവും ആഖിറവും ഉണ്ടാകും. ദുനിയാവുണ്ടാകും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം സാമ്പത്തികമായ ലാഭങ്ങൾ ഉണ്ടാകുമെന്നല്ല. ദുനിയാവിൽ അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആയുസ് എന്തിന് ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, നിന്റെ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി എന്റെ ആയുസ്സും സമ്പത്തും ചെലവഴിച്ചു എന്ന് പറയാൻ നമുക്ക് സധൈര്യം പറയാൻ കഴിയും. അങ്ങനെയാണ് നമ്മുടെ മുൻഗാമികളായ ഉസ്താദുമാർ അവരുടെ ജീവിതം കൊണ്ടും മരണം കൊണ്ടും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഈ അടുത്ത് നമ്മോട് ഇവിടെ പറഞ്ഞ നമ്മുടെയൊക്കെ ആദരണീയനായ നേതാവ് വന്യരായ ശൈഖുന കോയക്കുട്ടി ഉസ്താദ് അവറുകൾ മരണപ്പെടുന്ന സമയത്ത്
ഞാൻ ഹക്കിന്റെ മേലിലാണ്, സമസ്തയാണ് സത്യം, എന്റെ പാതയിൽ ഉറച്ചു നിന്നാൽ നിങ്ങൾക്കും കലിമ ചൊല്ലി മരിക്കാമെന്ന ആ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാക്കി തന്നിട്ടാണ് ഉസ്താദ് നമ്മോട് ഇവിടെ പറഞ്ഞത്. സാധാരണ ചെല്ലാറുള്ള ദിക്ർ ഉസ്താദ് തന്റെ കുടുംബാംഗങ്ങളെ വിളിച്ചുകൊണ്ട് ചെല്ലിപ്പിക്കുകയും യാസീൻ ഓതാൻ പറയുകയും യാസീൻ ഏകദേശം പകുതിയായപ്പോ ഉസ്താദിന് ശ്വാസതടസ്സം ഏർപ്പെടുകയും ശ്വാസതടസ്സം വന്ന ഉസ്താദ് ഉച്ചത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 3 പ്രാവശ്യം ഉച്ചരിക്കുകയും ചെയ്ത് ഈ ലോകത്തോട് വിട പറയുകയാണ് ചെയ്തത്. ഏറ്റവും അവസാനം വിട പറഞ്ഞ വന്യരായ കോയക്കുട്ടി ഉസ്താദിന്റെ അവസ്ഥ ഇതാണെങ്കിൽ അതിന്റെ മുമ്പുള്ള ഓരോ ഉസ്താദുമാരുടെയും മരണസമയം അവരൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് ആഖിറം വെളിച്ചമാകാൻ, ആഖിറം വിജയമാകാൻ ഈ പാതയിൽ മുന്നോട്ട് പോകണമെന്നതാണ്. അവരൊക്കെ കലിമ ഉച്ചത്തിൽ ചൊല്ലിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ ധാരാളം പ്രഭാഷകർ ഇവിടെ ഉണ്ട്. അവരൊക്കെ സമസ്തയെക്കുറിച്ച്, അവരുടെ സമസ്തയുടെ ഉസ്താദുമാരുടെ മഹത്വങ്ങളെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അവരൊക്കെ അവിടെ പ്രതിപാദിക്കും. ഞാൻ അതിലേക്കൊന്നും കൂടുതലായി പോകുന്നില്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യം, ഈ സംഘടനയുടെ പിന്നിൽ അവസാനം മറ്റെന്ത് നേട്ടമില്ലെങ്കിലും അവസാനം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് നമ്മുടെ നേതാക്കന്മാർ വിട പറഞ്ഞ് കാണിച്ചു തന്നതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നമ്മുടെ ഈമാൻ സലാമത്താക്കാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും ദീനീ പ്രചരണങ്ങളിൽ ഭാഗവാക്കാവാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇവിടെ ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന ഈ കാരാകുറിശി ക്ലസ്റ്റർ കമ്മിറ്റി അവർക്ക് ഈ നാടിന് വളരെയേറെ ആത്മീയമായും ദീനിയായും പുരോഗമനമായ പ്രവർത്തനങ്ങൾ നടത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന സുന്ദരവാക്യം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട SKSSFന്റെ ജില്ലാ സെക്രട്ടറി ഷമീർ ഫൈസി കോട്ടത്തോട് എന്നവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. صدق الله مولانا العلي العظيم. വേദിയുടെ ആദരണീയനായ അധ്യക്ഷൻ SOSന്റെ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉസ്താദ് സുലൈമാൻ ദാരിമി കോണിക്ക്, ഈ മഹത്തായ ആദർശ വിശദീകരണ സമ്മേളനം ഉദ്ഘാടന കർമ്മം നിർവഹിച്ച SKSSFന്റെ പാലക്കാട് ജില്ലയുടെ കരുത്തനായ അധ്യക്ഷൻ സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ വല്ലപ്പുഴ, SKSSFന്റെ പാലക്കാട് ജില്ലാ ഭാരവാഹികളായ ഇസാബുദ്ദീൻ ഫൈസലി, TK സബൂർ മൗലവി, അൻവർ സാദിഖ് ഫൈസി, റഹീം ഫൈസി, വേദിയിലുള്ള ഷറഫുദ്ദീൻ അൻവരി അടക്കമുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, ഒരുമിച്ചുകൂടിയ നല്ലവരായ
ഉസ്താദുമാരെ, യുവ സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായൊരു ലക്ഷ്യത്തിനു വേണ്ടി നമ്മൾ ഒരുമിച്ചുകൂടിയത് മുമ്പിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കേരളീയ മുസ്ലിങ്ങൾക്ക് ഏകദേശം 50 പതിറ്റാണ്ടിലധികമായി മത, സാമൂഹിക, സാംസ്കാരിക, വൈജ്ഞാനിക മേഖലകളിൽ നേതൃത്വം നൽകി വരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SKSSF കാരാകുറിശി ക്ലസ്റ്റർ കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട ആദർശ വിശദീകരണ സമ്മേളനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സുദീർഘമായൊരു ആശംസാ പ്രഭാഷണത്തിന് മുതിരുന്നില്ല. എന്റെ ശേഷം അൻവർ സാദിഖ് ഹുസൈലിയുടെ ആമുഖ പ്രഭാഷണമുള്ളതുകൊണ്ടും നിങ്ങളൊക്കെ പരീക്ഷിക്കുന്നത് സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ സമദ് പൂക്കോട്ടൂർ സാഹിബിന്റെ പ്രഭാഷണമാണ്. ഇൻഷാ അല്ലാഹ് അല്പസമയങ്ങൾക്കകം പൂക്കോട്ടൂർ സാഹിബ് ഇവിടെ എത്തിച്ചേരും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം എന്റെ മുമ്പിലിരിക്കുന്ന പ്രബുദ്ധ സദസ്സിന് സമത്വയെ പരിചയപ്പെടുത്തേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കറിയാം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളക്കരയിൽ എന്ത് ചെയ്തു എന്ന് നായികക്ക് 40 തവണ ഗുരുവാണ് പ്രസംഗം നടത്തുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താണ് സമസ്ത ചെയ്തത് എന്ന് ചോദിക്കുന്നവരോട് വളരെ സൗമ്യമായി നമുക്ക് മറുപടി പറയാനുള്ളത്, കേരളേതര സംസ്ഥാനങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ കേരളത്തെക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കണ്ണോടിച്ചാൽ അവിടെയുള്ള മുസൽമാന്മാർ ഇടനില്ലാത്ത പിൻപറ്റത്തെ പോലെ അവർ അലക്ഷ്യമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള മുസ്ലിം സമൂഹത്തിന് ഇതാണ് നിങ്ങളുടെ നേതൃത്വം എന്ന് പറയാൻ ഒരു നേതൃത്വത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അവിടെയുള്ള മുസൽമാന്മാർക്ക് മതരംഗത്ത് പ്രബുദ്ധത അവകാശപ്പെടാൻ കഴിയില്ല. എന്നാൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മതകീയമായ അടിത്തറയും പ്രബുദ്ധതയും നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. 1926 അനിവാര്യ വ്യവസ്ഥയായിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളക്കരയിൽ പിറവിയെടുക്കുന്നത്. തങ്ങളവர்கள் ഉദ്ഘാടന ഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് ദീൻ പ്രചരിപ്പിച്ച കേരളത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിനെ തള്ളിപ്പറയാനും അവർ പ്രചരിപ്പിച്ചത് മുഴുവനും അനാചാരങ്ങളായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു വിഭാഗം തന്നെ പ്രദർശനം ചെയ്തപ്പോഴാണ് 90 വർഷങ്ങൾക്ക് മുമ്പ് ആദരണീയനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി വരക്കൽമുള്ള കോയത്തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത പ്രസ്ഥാനത്തിന് 90 വർഷം മുമ്പ് അടിത്തറ പകരുന്നത്. സമസ്തയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ സമസ്ത ഒരു തീരുമാനമെടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമെന്ന് കേരളീയ സമൂഹത്തോട് പറഞ്ഞിട്ട് ഇന്ന് വരെ മാറ്റിപ്പറയുന്നൊരു ഗതികേട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. എന്താണ് എന്ന് ചോദിച്ചാൽ ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി, ഇന്നലകളിൽ നേതൃത്വം നൽകിയത് 1926 മുതൽ ഈ സമയം വരെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നതും നേതൃത്വം നൽകി മൺമറഞ്ഞുപോയവരും അവരൊക്കെ നിസ്വാർത്ഥരും നിഷ്കാമകർമ്മികളുമായിരുന്നു. ഇത് കേരളക്കരയിലെ ഒരു മതസംഘടനക്കും അവകാശപ്പെടാൻ കഴിയാത്ത നേതൃത്വശക്തിയാണ്. നമുക്കറിയാം, ഒരുപാട് സംഘടനകളുണ്ട്. കേരളം എന്ന് പറയുന്നത് സംഘടനകളുടെ സംഗമഭൂമിയാണ്. എന്നാൽ നേതൃവിശുദ്ധി എന്ന് പറയുന്നത്, നേതാക്കളുടെ വിശുദ്ധി എന്ന് പറയുന്നത് അത് സമസ്തയ്ക്ക് മാത്രമേ ചൂണ്ടിക്കാണിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആരുടെ മുന്നിലും അടിയറവ് പറയാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 90ന്റെ നിറവിൽ ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ സംഘടനയെ നിങ്ങൾ വിലയിരുത്തേണ്ടത്. നമ്മളൊക്കെ ഒരുപക്ഷെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിഷ്പക്ഷമതികളായ ആളുകളുണ്ടായേക്കാം. സംഘടനയെ വിലയിരുത്തേണ്ടത്
വേണ്ടത് അത് നേതൃത്വം നൽകുന്നവരുടെ നേതൃവിശുദ്ധി നോക്കിക്കൊണ്ട് അവരുടെ ജീവിത വിശുദ്ധി നോക്കിക്കൊണ്ടാവണം. അങ്ങനെ അവരെ വിലയിരുത്തുമ്പോൾ 100% അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞ അതേ രൂപത്തിൽ ജീവിച്ചു മൺമറഞ്ഞു പോയവരാണ് സമസ്തയുടെ ആലിമീങ്ങളും സയ്യിദന്മാരും. അള്ളാഹു റബ്ബുൽ ഇസ്സ പരിശുദ്ധമായ ഖുർആനിൽ നമ്മോട് സൂചിപ്പിച്ചത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅ സാദിഖീൻ, ഏ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അള്ളാഹുവിന്റെ ആജ്ഞാപനമാണ്. ഏ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം. നിങ്ങളുടെ വാക്കിൽ, നിങ്ങളുടെ പ്രവൃത്തിയിൽ, നിങ്ങളുടെ ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞ ഉടനെ അള്ളാഹ് പറഞ്ഞു വകൂനൂ മഅ സാദിഖീൻ, നിങ്ങൾ സത്യസന്ധര കൂടെ കൂടണം, സത്യസന്ധരയാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ എന്റെ മുഅ്മിനീങ്ങളോട്, എന്റെ മുമ്പിൽ ഇരിക്കുന്നവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ആരാണ് സത്യസന്ധരെന്ന് നമ്മളൊരു പുനർവിചിന്തനം നടത്തുമ്പോ ഉത്തരം ലഭിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ മാത്രമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങളുടെ വ്യക്തിജീവിതത്തിലോ അവരുടെ സാമൂഹികമായ ഇടപെടലുകളിലോ ആർക്കും തന്നെ ഒരാരോപണവും ഇന്നേവരെ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ മറ്റൊരുപാട് സംഘടനകളുണ്ട്, ഞാൻ അവിടേക്കൊന്നും കടക്കുന്നില്ല. മുഅ്മിനീങ്ങളെ ഓരോ നേതാക്കന്മാരും വഫാത്താകുമ്പോ ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. അവരുടെ മരണം പോലും നമ്മോട് പറയുന്നത് നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. സുന്നികളെ സംബന്ധിച്ചിടത്തോളം, സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ ജീവിതം എങ്ങനെയാണോ ആ ജീവിതത്തിൽ എന്തെങ്കിലും പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതവരുടെ മരണത്തിൽ തീർച്ചയായും അവരൊക്കെ അനുഭവിക്കണമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. മഹാനായ ശംസുൽ ഉലമ കേരളീയ മുസ്ലിം ഉമ്മത്തിന് 40 കൊല്ലത്തോളം ദിശാബോധം നൽകി നമ്മോട് മൺമറഞ്ഞുപോയ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ വഫാത്തായത് കോഴിക്കോട്ടെ ഫാത്തിമ ഹോസ്പിറ്റലിൽ വെച്ചാണ്. നിങ്ങൾ ആവർത്തിച്ച് കേട്ടതാണ്, ഞാൻ ഇവിടേക്കൊന്നും കടക്കുന്നില്ല. ശൈഖുന വഫാത്താകുന്നത് നേരത്തെ പോയ കുട്ടിയുസ്താദ് വഫാത്തായത് തങ്ങളവർ സൂചിപ്പിക്കുകയുണ്ടായി. ശൈഖുന ശംസുൽ ഉലമയെ ഒരുപാട് ആളുകൾ ശൈഖുനക്ക് പിഴച്ചു എന്ന് പറഞ്ഞു. ശൈഖുന ശംസുൽ ഉലമക്ക് സുന്നത്ത് ജമാഅത്തിന്റെ സ്പിരിറ്റ് കുറഞ്ഞുപോയി, മുജാഹിദിന്റെ ആശയം കടന്നുകൂടി, മുജാഹിദുമായി ഏതുപെൺകുട്ടി എന്നൊക്കെ പറഞ്ഞ് സമസ്തയെ തള്ളിപ്പറഞ്ഞവരുണ്ട്, മഹാനായ ശംസുൽ ഉലമയെ ആക്ഷേപിച്ചവരുണ്ട്. എന്നാൽ ശൈഖുന ശംസുൽ ഉലമ വഫാത്താകുന്നത് എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല, ഞാൻ സഞ്ചരിച്ച വഴി ഹക്കിന്റെ വഴിയാണ്, അതിലൂടെയാണ് നിങ്ങളും സഞ്ചരിക്കേണ്ടതെന്ന് മരണത്തിൽ പോലും ബോധ്യപ്പെടുത്തിയിട്ടാണ്, മുസ്ലിം ഉമ്മത്തിന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ശൈഖുന ലോകത്തോട് ഇവിടെ പറഞ്ഞത്. കോഴിക്കോട്ടെ ഫാത്തിമ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു തിങ്കളാഴ്ച ദിവസം സുബഹി ബാങ്ക് വിളിക്കുകയാണ് മഹാനായ ശംസുൽ ഉലമ. സുബഹിയോട് അടുക്കാറായ സമയത്ത് നേരത്തെ പോയ കുട്ടി ഉസ്താദ് നമ്മുടെ ഉസ്താദുമാരുടെ വിശുദ്ധിയുടെ അടയാളങ്ങൾ അവരുടെ മരണസമയത്ത് പോലും കണ്ടുവരുന്നത് നമ്മൾ കാണുകയാണ്. ശൈഖുന ശംസുൽ ഉലമ സുബഹി ബാങ്കിന്റെ സമയമാകുമ്പോ അവിടെ കൂടിയുള്ളവരോട്, അവിടെയുള്ള ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ യാസീൻ സൂറത്ത് പാരായണം ചെയ്യണം. മഹാനായ ശംസുൽ ഉലമയുടെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ റൂമിലുള്ളവർ യാസീൻ സൂറത്ത് പാരായണം ചെയ്ത് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യാസീൻ പാരായണം ചെയ്ത് 83-ാമത്തെ പരിശുദ്ധമായ യാസീൻ സൂറത്തിലെ 83-ാമത്തെ അല്ലാഹുവിലേക്ക് നിങ്ങളൊക്കെ മടക്കപ്പെടുമെന്നർത്ഥത്തിലുള്ള പരിശുദ്ധമായ യാസീൻ സൂറത്തിലെ 83-ാമത്തെ പാരായണം ചെയ്തപ്പോ തന്റെ 83-ാമത്തെ വയസ്സിൽ ശൈഖുന ലോകത്തോട് പറഞ്ഞു, അതെ യാസീൻ സൂറത്ത് പൂർത്തിയായപ്പോ തൊട്ടപ്പുറത്തെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുകയാണ്. ഓരോ വസ്തുവിലും മറുപടി പറഞ്ഞ് അവസാനമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞു മഹാനായ ശംസുൽ ഉലമ ലോകത്തോട് വിട പറഞ്ഞെങ്കിൽ സംശയിക്കുന്ന ആളുകളുണ്ട്, ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്. ശൈഖുന ശംസുൽ ഉലമക്ക് സുന്നിസം കുറഞ്ഞുപോയി എന്ന് പറയുന്നവരുണ്ട്. നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യന്റെ ആക്രിപത്തിലാണല്ലോ അയാൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ വിലയിരുത്താറുള്ളത്. നിഷ്പക്ഷ ബുദ്ധിയോടുകൂടെ അല്ലെങ്കിൽ മറ്റൊരു ചിന്തയോടുകൂടെ നമ്മളെ വിലയിരുത്തുന്നവരോട് നമുക്ക് പറയാനുള്ളത്, ശൈഖുന ശംസുൽ ഉലമ മരണസമയത്ത് പോലും മക്കളെ എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല, ഞാൻ സഞ്ചരിച്ച വഴി 40 കൊല്ലം മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം നൽകിയത് ഹക്കിന്റെ വഴിയിലൂടെയാണെന്ന് പറഞ്ഞിട്ടാണ് ശൈഖുന വഫാത്തായതെങ്കിൽ ഈ അടുത്ത് മൺമറഞ്ഞുപോയ മഹാനായ കോഴിക്കോട്ട് ഉസ്താദ് അല്ലാഹു റബ്ബുൽ ഇസ്സ 1926 മുതൽ ഇക്കാലയളവ്
വരെ സമത്വ കേരള ജംഇയ്യത്തുൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ ഉസ്താദുമാർ, സയ്യിദന്മാർ, നമ്മുടെ നേതാക്കൾ എല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്ത് മൺമറഞ്ഞു പോയപ്പെട്ടു ഉസ്താദടക്കം അവരൊക്കെ നിഷ്കളങ്കതയുടെ നിസ്വാർത്ഥതയുടെ പര്യായങ്ങളാണ്. അവരാണ് നമ്മുടെ ഇന്നലകളിൽ നമുക്ക് നേതൃത്വം നൽകിയത്. നമുക്ക് അഭിമാനിക്കാം. സമത്വയുടെ ഒരു സാധാരണ പ്രവർത്തകനായതിൽ, അല്ലെങ്കിൽ SKSSFന്റെ ഒരു പ്രവർത്തകനായതിൽ, ഒരു ഭാരവാഹിയായതിൽ, ഒരു ശാഖയുടെ ഭാരവാഹിയോ, ഒരു ക്ലസ്റ്ററിന്റെ ഭാരവാഹിയോ, മേഖലയുടെ ഭാരവാഹിയോ, ജില്ലയുടെ ഭാരവാഹിയാവുമ്പോ നമ്മളൊക്കെ അഭിമാനിക്കാം. കാരണം നമ്മൾ പിന്തുടർന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ നിസ്വാർത്ഥരായ നിഷ്കാമധർമ്മികളായ പണ്ഡിതവരന്മാർ അവർ കെട്ടിപ്പടുത്ത അവരുടെ ജീവിതം തന്നെ സമർപ്പിച്ച സമത്വയുടെ പിന്നിലാണെന്ന് പറയുമ്പോ എന്റെ ബന്ധുനിങ്ങളെ, എന്റെ ശബ്ദം ശ്രമിക്കുന്നവരെ, നമ്മളൊക്കെ ഹക്കിന്റെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന ഉറച്ച വിശ്വാസമാണ് നമുക്കുണ്ടാവേണ്ടത്. ചില ആളുകളൊക്കെ നമ്മെ ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്. ഒരാളിവിടെ വന്നിട്ട് പ്രസംഗിച്ചത് സമത്വ കേരള ജംഇയ്യത്തുൽ മദ്രസകളിൽ പഠിപ്പിക്കപ്പെടുന്നത്, അവർ പഠിപ്പിക്കുന്നത് സംഘടനയുടെ ആശയമാണെന്നാണ്. പക്ഷേ സമത്വയുടെ ചരിത്രം പഠിക്കുമ്പോ സമത്വ കേരള ജംഇയ്യത്തുൽ ഒന്നാമത്തെ മദ്രസ മുതൽ സമത്വക്ക് 9,000 വരുന്ന മദ്രസകളുണ്ട് കേരളക്കരയിൽ. ഇന്നവര് സമത്വ കേരള ജംഇയ്യത്തുൽ ഒന്നാം ക്ലാസ്സിലേക്ക് വരുന്ന ഒരു പിഞ്ചുകുഞ്ഞു മുതൽ +2 പഠിക്കാൻ പാകത്തിലായ ബദ്ധമായ സിലബസ് സമത്വക്കുണ്ട്. സമസ്തയുടെ സിലബസിൽ ഇന്നവരെ സംഘടനാ വിരോധമോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് അമർഷത്തോടുകൂടെ ദോഷത്തോടുകൂടെ സംഘടനാ വിരോധത്തോടുകൂടെ പഠിപ്പിച്ചത് ആർക്കും തന്നെ തെളിയിക്കാൻ കഴിയില്ല. പിന്നെ സമത്വത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്, സമത്വയുടെ ഉസ്താദുമാരെ കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. അത് തീർച്ചയായും സമത്വയുടെ ഉസ്താദുമാരെ പരിചയപ്പെടുത്തലും സമത്വയുടെ ചരിത്രം പഠിപ്പിക്കലും അത് ഭാഗമാണ്, അത് സിലബസിന്റെ ഭാഗമാണ്. അതിനാരും ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. കാരണം സമത്വയുടെ മദ്രസയിൽ പിന്നെ സമത്വയല്ലാതെ ആരെയാണ്, സമത്വയുടെ ഉസ്താദുമാരെ അല്ലാതെ ആരെയാണ് പരിചയപ്പെടുത്തുക? ഈ ജീവിത വിശുദ്ധിയിലൂടെ വ്യക്തിജീവിതം നയിച്ച നമ്മുടെ ഉസ്താദുമാരെ പറയുമ്പോ ഇവർക്കൊക്കെ അവരുടെ മനസ്സിലൊരു വല്ലാത്ത അസൂയ ഉണ്ടാവുകയാണ്. അവർക്കിത് പറയാൻ കഴിയില്ല. കേരളക്കരയിൽ ഒരേ ഒരു സംഘടനയ്ക്ക് മാത്രമാണ് ഇതെന്തെങ്കിലും പറയുന്നതല്ല. നേതാക്കളുടെ വ്യക്തിവിശുദ്ധി പറയാൻ, നേതാക്കളുടെ നിസ്വാർത്ഥത പറയാൻ, അവരുടെ ഖലാസ് പറയാൻ തീർച്ചയായും അവകാശമുള്ള ഒരേ ഒരു സംഘടന അത് സമത്വ മാത്രമാണ്. അതിന് അസൂയപ്പെട്ട കാര്യമില്ല. അത് നിങ്ങളുടെ നേതാക്കന്മാരോട് ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി പറയണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഒരു ഓഫീസ് എന്ന് പറയുന്നത്, ക്ലസ്റ്റർ ഭാരവാഹികളെ, ഒരു ഓഫീസ് എന്ന് പറയുന്നത് നമ്മുടെ സംഘടനയുടെ പ്രവർത്തനത്തിലെ അതിന്റെ കേന്ദ്രമാണ്. കിട്ടാൻ പിടിക്കുന്ന കേന്ദ്രമായി നമ്മുടെ ഈ പ്രദേശത്ത് ഈ ക്ലസ്റ്ററുകളിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്താൻ ഈ ഓഫീസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളൊക്കെ മുന്നോട്ട് വരണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ സംഗമത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മഹത്തായ ആദർശ വിശദീകരണ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണത്തിനു വേണ്ടി നമ്മുടെ എല്ലാം ആവേശമായ അബ്ദുസ്സമദ് സാഹിബ് പൂക്കോട്ടൂർ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. അതിനു മുമ്പായി സംസ്ഥ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തന രീതിയിൽ നമുക്കൊക്കെ പാലക്കാട് ജില്ലയിൽ ആവേശമായി പ്രസംഗ കലയിൽ ഒരു അലകടലായി ഇന്ന് ശോഭിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തയുടെയും കീഴ്ഘടകങ്ങളുടെയും ഒക്കെ വേദികളിൽ സമസ്തയുടെ ആദർശവും നയവുമൊക്കെ ആവശ്യാനുസരണം വിശദീകരിക്കുന്ന ബഹുമാനപ്പെട്ട അൻവർ ഫൈസി കാഞ്ഞിരപ്പുഴ അവർകൾ ആമുഖ പ്രഭാഷണം നടത്തുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. സമാദരണീയരായ വേദിയുടെ അധ്യക്ഷൻ ആദരണീയരായ ഉസ്താദ് ടി സുലൈമാൻ ദാരിമി അവരുടെ ഈ മഹത്തായ വേദി ഉദ്ഘാടിച്ച സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷന്റെ പാലക്കാട് ജില്ലാ അധ്യക്ഷൻ സയ്യിദ് കുടുംബത്തിലെ ആദരണീയ സാന്നിധ്യം സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ അവരുടെ ആമുഖ ഭാഷണം നിർവഹിച്ച പാലക്കാട് ജില്ലയുടെ അമരശബ്ദവും SKSSFന്റെ പ്രവർത്തകരുടെ ആവേശവുമായ ജില്ലാ സാരഥി ഷമീർ ഫൈലി കോട്ടപ്പാടം, വേദിയിലുള്ള റഹീം ഫൈലി, PK സുബൈർ മൗലവി, സമാധാനനായ നിസാമുദ്ദീൻ ഫൈലി, ഹമീദ് ദാരിമി ഉൾപ്പെടെയുള്ള മഹൽ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സമസ്ത ജമീയത്തുൽ കീഴടങ്ങളുടെയും നേതാക്കളെ, പ്രവർത്തകരെ, സംഘടനാ ബന്ധുക്കളെ, ഈ പരിപാടി വീക്ഷിക്കുകയും ഈ ശബ്ദം ശ്രവിക്കുകയും ചെയ്യുന്ന ഇതര മത സഹോദര സമുദായ സംഘടനാ അംഗങ്ങൾക്ക് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ മുഖമുദ്രയായ സമസ്ത ജമീയത്തുൽ ഉലമയുടെയും കീഴടങ്ങളുടെയും നേരിന്റെ പാതയിലേക്കുള്ള ധന്യമായ ക്ഷണവും അഭിനന്ദനവും അറിയിച്ചുകൊണ്ട് സുദീർഘമായൊരു ഭാഷണത്തിന് തുടക്കം കുറിക്കാതെ നമ്മളൊക്കെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ജൽപ്പനങ്ങളിലൂടെ തങ്ങളുടെ പിന്നണികളെ എന്നും പിടിച്ചു നിർത്താമെന്ന് ജൽപ്പിച്ച, അല്ലെങ്കിൽ അങ്ങനെ മൗഢ്യമായി ധരിച്ചുവെച്ച ആളുകളുടെ തെറ്റായ ധാരണകൾക്ക് കൃത്യമായി, വ്യക്തമായി, സരളമായി എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിലുള്ള പ്രഭാഷണം നിർവഹിക്കുന്നതിനു വേണ്ടി ആദരണീയനായ നമ്മുടെയൊക്കെ ആവേശം സമര സാഹിബ് ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഈ കൂടിയ പുരുഷാരത്തിനോ അല്ലെങ്കിൽ ഈ പരിപാടി വീക്ഷിക്കുന്ന എതിരാളികൾക്കോ പറഞ്ഞു പരിചയപ്പെടുത്തേണ്ടതില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ പുതിയ വർത്തമാനങ്ങളിൽ ധാർമ്മികമായി പറയാൻ അവകാശമുള്ളത് അല്ലാഹുവിന്റെ ദീൻ പറയാനും പ്രചരിപ്പിക്കുവാനും വിശിഷ്യ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങൾ ചങ്കുറപ്പോടെ നേരിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പറയാനും സാധിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും കീഴടങ്ങളുടെയും പ്രവർത്തകർക്കാണ്, ഉസ്താദുമാർക്കാണ്, നേതാക്കന്മാർക്കാണ്, ഉമറാക്കൾക്കാണ് എന്നത് എല്ലാവരും ഒരുപോലെ സമ്മതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇവിടെ
സമാധാനനായ ഷബീർ ഫൈലി സൂചിപ്പിച്ചതുപോലെ ഏതൊരു വ്യക്തിയെയും ഒരു പ്രസ്ഥാനത്തെയും ഒരു സംഘത്തെയുമൊക്കെ വിലയിരുത്തപ്പെടുന്നത് ആ വ്യക്തിയുടെയും പ്രസ്ഥാനത്തിന്റെയും സംഘത്തിന്റെയുമൊക്കെ ഗമനം പരിശോധിച്ചുകൊണ്ട് ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ സംഘശക്തിയെ പരിശോധിച്ച ആളുകളെല്ലാം വളരെ കൃത്യമായ നിലപാടുകൾ പറഞ്ഞു. ആ നിലപാടുകൾ പറഞ്ഞ കൂട്ടത്തിൽ രാഷ്ട്രീയ പ്രമുഖരുണ്ട്, ചിന്തകന്മാരുണ്ട്, നിരീക്ഷകന്മാരുണ്ട്, പല മേഖലകളിൽ പ്രാഗൽഭ്യത തെളിയിച്ച പല ആളുകളുമുണ്ട്. അവരൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെക്കുറിച്ചും അതിന്റെ പണ്ഡിതന്മാരെ കുറിച്ചും പറഞ്ഞത് ഈ സംഘത്തെക്കുറിച്ച് അവർ അവകാശപ്പെട്ടത്, അവർ ജനങ്ങളോട് ഉറക്കെ വിളിച്ചു പറഞ്ഞത് ഇതൊരു സ്വാർത്ഥവാഹക സംഘമാണെന്നാണ്. എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ പ്രവർത്തിക്കുന്ന, സമസ്തയുടെ ആശയങ്ങളെ വാക്കിലും പേജിലും വിമർശിക്കുന്ന, എല്ലാ അർത്ഥത്തിലും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആശയാദർശങ്ങൾക്ക് എതിരായി ഇന്ന് വേദികളിൽ പറയാൻ നിർബന്ധിതവരായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, അവരെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ, നമ്മുടെ രാജ്യത്തെ പലരും വിലയിരുത്തുകയുണ്ടായി. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഒരു കാലത്ത് കൂടെ നടന്ന ആളുകൾ വിലയിരുത്തുകയും പൊതുജനത്തോട് വിളിച്ചു പറയുകയും ചെയ്തതാണ് ഏറെ അത്ഭുതകരമായി നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇവിടെ എന്തുകൊണ്ടിത് സാധ്യമായി, എന്തുകൊണ്ടിത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ പ്രവർത്തിക്കുന്ന, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശങ്ങൾക്ക്, ആശയങ്ങൾക്കെതിരെ കൊഞ്ഞനം കുത്തുന്ന ആളുകൾ ഈ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ വളരെ വിനയത്തോടെ, എളിമയോടെ നല്ലത് മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാകുമെന്ന സൽവിചാരത്തോടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരെ വിലയിരുത്തി ഇതൊരു സ്വാർത്ഥവാഹക സംഘമെന്ന് അവകാശപ്പെട്ടപ്പോ സമസ്തയുടെ എതിരാളികളായ, അതിന് നേതൃത്വം നൽകുന്ന ആളുകളെ കുറിച്ച് പഠിച്ചുകൊണ്ട് ഒരുപാട് കാലം ഒരു പുരുഷായുസ് മുഴുവനെന്ന് പറയാൻ പറ്റുന്ന വിധത്തിൽ കൂടെ നടന്ന ആളുകൾ വിലയിരുത്തി അവസാനം കേരളീയ ജനതയോട് പറഞ്ഞില്ലേ, തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും ഒരു സംഘമാണ് ഇത് എന്ന്. ഇത് നമ്മൾ ഇവരോടുകൂടെ നിങ്ങൾ നിൽക്കണമെന്ന് സമുദായത്തെ പഠിപ്പിച്ച, ഇവർക്കാണ് നിങ്ങളുടെ എല്ലാം പകുപ്പ് നൽകേണ്ടത് എന്ന് നിങ്ങളെ സമുദായത്തിന് ബോധ്യപ്പെടുത്തിയ ആളുകൾ, അവരാണല്ലോ നിങ്ങളെ കുറിച്ച് പറഞ്ഞത് തട്ടിപ്പിന്റെ ആളുകളാണ്, വെട്ടിപ്പിന്റെ ആളുകളാണ് എന്ന്. അവർ പറഞ്ഞതിന് ഞങ്ങൾ എടുത്തിരിക്കുന്നു എന്ന് മാത്രം. തെളിവും ലക്ഷ്യമൊക്കെ വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇത്തരം പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കുകയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശങ്ങളെയും ആശയങ്ങളെയും കൊഞ്ഞനം കുത്തി ആദർശ സമ്മേളനങ്ങൾ എന്ന പേരിൽ വേദി കെട്ടി തറ രാഷ്ട്രീയ പ്രാസംഗികന്മാർ നടത്തുന്ന പ്രസംഗത്തെക്കാൾ അകപ്പതിക്കുന്ന രീതിയിൽ രാഷ്ട്രീയ കോപ്രായങ്ങൾ കാണിക്കാൻ വേണ്ടി എത്തിപ്പെടുന്ന പണ്ഡിത വേഷധാരികൾ, അല്ലെങ്കിൽ അത്തരത്തിൽ ആളുകളെ കറക്കി അവരവരുടെ ജൽപ്പനങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും വശംവദരാകുന്നവർ എന്ന് കരുതിക്കൊണ്ട് പലവിധത്തിലുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്നവരോട് ഓർമ്മപ്പെടുത്താൻ വേണ്ടി സൂചിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരെ നോക്കിയിട്ട്, അതിന്റെ സാധാരണക്കാരായ പ്രവർത്തകരെ നോക്കിയിട്ട്, അതിന്റെ ഏറ്റവും ചെറിയ സംഘടനയായ
കീഴ്ഘടകമായ മദ്രസാതലങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് രൂപപ്പെടുത്തിയിട്ടുള്ള SKSBB എന്ന് പറയുന്ന സമസ്ത കേരള സുന്നി ബാലവേദി എന്ന് പറയുന്ന അതിന്റെ ഏറ്റവും ചെറിയ കീഴ്ഘടകത്തെ അതിന് നേതൃത്വം നൽകുന്ന അതിന്റെ പ്രവർത്തകരായ നിഷ്കളങ്കരായ കുഞ്ഞുമക്കളെ നോക്കിയിട്ട് പോലും എന്റെ കേരളത്തിലെ ഇതര സമുദായക്കാരെ പോലും ഇതൊരു സ്വാർത്ഥവാഹക സംഘം എന്ന് പറഞ്ഞത്. അവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്, അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഓരോ മുസ്ലിമായ മനുഷ്യരും നിത്യേന നിർവഹിക്കുന്ന 17 തവണ നടത്തുന്ന പ്രാർത്ഥനയുടെ അർത്ഥം കണ്ടെത്താനും അതിലുറച്ചു നിൽക്കാനും സമുദായത്തെ പഠിപ്പിച്ചു. എന്താണ് ആ പ്രാർത്ഥന? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാഹീൻ. ഒരു വിശ്വാസി അവന്റെ നിത്യജീവിതത്തിൽ 17 തവണ പ്രാർത്ഥിക്കുന്ന ഒരു നിർബന്ധ പ്രാർത്ഥന. എന്താണ് ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യവും? എന്തിനു വേണ്ടിയാണ് ഈ പ്രാർത്ഥന നടത്തുന്നത്? ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ നിത്യജീവിതത്തിൽ 17 തവണ അല്ലാഹുവിന്റെ മുമ്പിൽ അവൻ കൈകെട്ടുമെന്ന് വളരെ ആത്മാർത്ഥമായി മറ്റേത് പ്രാർത്ഥനയെക്കാളുപരി ആത്മീയമായ ഉത്കർഷതയിൽ ആത്മീയമായ ഉദ്യാനതലത്തിൽ നിന്നുകൊണ്ട് അല്ലാഹുവിനോടൊരു മുഅ്മിനായ മനുഷ്യൻ തോടുന്ന ഈ കേട്ടത്തിന്റെ പ്രാധാന്യം എന്താണ്? ഇവിടെ നമ്മൾ ദുആ ചെയ്യുന്നത് അല്ലാഹുവേ, നേരായ വളവുകളില്ലാത്ത കൃത്രിമങ്ങളില്ലാത്ത തെറ്റുകുറ്റങ്ങളില്ലാത്ത ഋജുവായ പാതയിലേക്ക് ഞങ്ങളെ നയിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുമ്പോൾ ആ പ്രാർത്ഥനയുടെ അർത്ഥതലങ്ങളെ മഹാനായകന്മാർ മുഫസ്സിറുകൾ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. എന്താണ് ഈ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥനയുടെ ലക്ഷ്യമാക്കുന്നത്? മഹാന്മാരായ പണ്ഡിതന്മാർ മുഫസ്സിറുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചില്ലേ, അസ്സുആലു ഇലാ അൽ-ഈസാൻ ഇലാ തരീഖിൽ മുതഖദ്ദിമീന സ്വാലിഹീൻ. സജ്ജനങ്ങളായ മഹത്തുക്കളായ അല്ലാഹു ഇഷ്ടപ്പെട്ടവരായ അല്ലാഹു പൊരുത്തപ്പെട്ടവരായ അല്ലാഹുവിന്റെ സാമീപ്യം കരഗതമാക്കിയ അല്ലാഹുവിന്റെ മുമ്പിൽ കൈയുയർത്തിയാൽ ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുന്ന വിധത്തിൽ നമുക്കറിയാമല്ലോ. ചരിത്രത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ കഴിഞ്ഞ നാളുകളിൽ നേതൃത്വം നൽകിയ മഹാരഥന്മാരായ ഉസ്താദുമാരെ കുറിച്ച്, സാധാരണക്കാരെ കുറിച്ച്, ഉമ്മറാക്കളെ കുറിച്ച് അവരുടെ ജീവിതത്തിന്റെ നാളുകളിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. കറകളഞ്ഞ ജീവിതത്തിന്റെ ഉടമകളായി എല്ലാവർക്കും മാതൃകയായി സമുദായത്തിന്റെ മുമ്പിൽ തിളങ്ങി നിന്ന നക്ഷത്രങ്ങളായിരുന്നവർ. എന്റെ സഹാബത്ത് നക്ഷത്രതുല്യരാണ്, അവർ വഴികാട്ടികളാണ്. അവരെ ആരോട് നിങ്ങൾ അനുഗമിച്ചാലും നിങ്ങൾ സന്മാർഗം സിദ്ധിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആ സഹാബത്തിന്റെ പിന്മുറക്കാരായി താബീഈങ്ങളിലൂടെ കടന്നു വന്നു അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ സുന്ദരമായ പ്രബോധനദൗത്യം നിർവഹിച്ചുകൊണ്ട് പരിശുദ്ധ പ്രവാചകരുടെ അനന്തരവന്മാരായി കടന്നു വന്നു തികഞ്ഞ ലക്ഷണമൊത്ത പണ്ഡിതന്മാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അതിന് ബീജാവാപം നൽകിക്കൊണ്ട് സുന്ദരമായതിന്റെ പ്രവർത്തന ഗോതയിൽ നിർവഹിച്ചിരിച്ചപ്പോ നമുക്ക് കാണാൻ കഴിഞ്ഞത് നിഷ്കാമകർമ്മികളായ നിഷ്കളങ്കരായ കറകളഞ്ഞ ജീവിതത്തിന്റെ വഴിതാളുകളിൽ ഒരു ലവലേശം പോലും ഒരു കറയുടെ പുറകിൽ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത വിധത്തിൽ നിഷ്കളങ്കരായ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവർ നമുക്ക് വഴി കാണിച്ചപ്പോ അവരോട് പിന്തുടർന്നാൽ, അവരെ ഏറ്റെടുത്താൽ, അവരുടെ ആദർശങ്ങളെ നെഞ്ചേറ്റിയാൽ, അവരുടെ വാക്കുകൾ അനുധാവനം ചെയ്താൽ, അവരുടെ കൽപ്പനകൾക്ക് മാനം നൽകിയാൽ, അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചാൽ സന്മാർഗം സിദ്ധിക്കാനും അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് നടന്നെടുക്കാനുമുള്ള വഴിയാണ് എന്ന് മഹാരഥന്മാരായ നമ്മുടെ മുൻഗാമികളായ ആളുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നപ്പോ ആ പ്രാർത്ഥനയാണ് ഒരു വിശ്വാസം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. 5 നേരത്തെ നിസ്കാരങ്ങളിലായി നിർബന്ധമായി ശാരീരികമായ അസ്വസ്ഥതകളില്ലാത്തപ്പോ ഒരു മുസ്ലിമായ മനുഷ്യൻ 5 തവണ 5 നേരത്തെ
നിസ്കാരങ്ങളിലായി 17 തവണ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, സച്ചരിതരായ മഹാരഥന്മാരായ നീ ഇഷ്ടപ്പെട്ടവരായ നിന്റെ സ്വാലിഹീങ്ങളായ മുൻകാലക്കാരായ മഹത്തുക്കളോട് ഞങ്ങളെ വഴിനടത്തണേ, അവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണമേ എന്ന് ദുആ ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ വെച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, സമസ്ത കേരള ജംഇയ്യത്തിന് നമുക്ക് നേതൃത്വം നൽകിയ ആളുകളൊക്കെ സ്വാലിഹീങ്ങളാണ്. സ്വാലിഹീങ്ങൾ എന്ന പട്ടികയിൽ ഒന്നാമന്മാരായി ഗണിക്കാൻ പറ്റുന്ന എണ്ണാൻ പറ്റുന്ന ആളുകളാണ് എന്നത് നമ്മൾ പറയുന്നതല്ല. ഇതൊരു അവകാശവാദം മാത്രമല്ല, മറിച്ച് കേരളത്തിന്റെ ചരിത്രത്തെ പഠിച്ച ആളുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ പിറവിയെക്കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുമൊക്കെ പഠനം നടത്തിയ അന്യമതക്കാരായ ആളുകൾ പോലും കൃത്യമായി വ്യക്തമായി വിലയിരുത്തിക്കൊണ്ട് നമ്മോട് പറഞ്ഞു തന്നു, സമസ്ത കേരള ജംഇയ്യത്തുൽ നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ ഇതൊരു സ്വാർത്ഥവാഹക സംഘമാണ് എന്ന്. ഇൻഷാ അല്ലാഹ് ഇമാം മഹദിയിലേക്ക് ഈ പതാക കൈമാറപ്പെടുമെന്നതിൽ ഒരു സംശയമില്ല. ഇനി ഞാൻ പറഞ്ഞു വെച്ച കാര്യത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കൂടി ഞാൻ കടന്നു വരട്ടെ. മറുഭാഗത്തുള്ള ആളുകളോ അവരുടെ ജീവിതത്തിന്റെ കാര്യങ്ങളെ വിലയിരുത്തിയിട്ട് കേരളീയ മുസ്ലിംകളല്ല, കേരളത്തിലെ മുസ്ലിംകൾ മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രം പഠിച്ച വലിയ വിശുദ്ധന്മാരായ ചരിത്ര പണ്ഡിതന്മാർ കേരളത്തോട് പറഞ്ഞു, നിരീക്ഷകന്മാർ കേരളത്തോട് പറഞ്ഞു, ഇവർ കേരളത്തിന്റെ മണ്ണിൽ നടത്തിയത് മുഴുവൻ തട്ടിപ്പുകളും വെട്ടിപ്പുകളുമാണ് എന്ന്. ഏറ്റവും ഒടുവിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊക്കെ അറിയാമല്ലോ, ഇവിടെ മുസ്ലിം ജമാഅത്ത് എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് എന്താണ് ആ സംഘടനയുടെ ലക്ഷ്യം എന്ന് പൊതുനിരത്തിൽ വളരെ കൃത്യമായി ആർക്കും ബോധ്യപ്പെടുന്ന തരത്തിലേക്കാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കട്ടെ, ആദർശ സമ്മേളനങ്ങൾ എന്ന പേരിൽ വേദികെട്ടിയുണ്ടാക്കി സദസ്സൊരുക്കിയിട്ട് അവിടെ രാഷ്ട്രീയം പറയുന്ന അത്തരമൊരു അധപ്പതനത്തിലേക്ക് എന്താ ഇവർ കൂട്ടുകുത്താൻ കാരണമായത്? നമ്മൾ ഓർക്കണം, നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ശംസുലൂലമായി ഖദ്ദസല്ലാഹു സിബ്ബഹുൽ അസീസ് തങ്ങളെ പോലെയുള്ള ആദരണീയരായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ പോലെയുള്ള ആദരണീയരായ സയ്യിദ് ഷഹീദ് ഉസ്താദിനെ പോലെയുള്ള മുൻഗാമികളായ മഹത്തുക്കൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇവർ എന്തൊരു ലക്ഷ്യത്തിനു വേണ്ടി രൂപം കൊണ്ടുവോ, എന്തൊരാശയത്തിനു വേണ്ടിയാണോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പടക്കളം തീർത്തുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾക്ക് വിഘാതമായത്, ആ ഒരു ലക്ഷ്യപൂർത്തീകരണത്തിലേക്ക് ഇവർ വഴിനാളുകളിൽ കടന്നു വരുമെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ കാലെ കൂട്ടി ദീർഘവീക്ഷണത്തോടെ നമുക്ക് പറഞ്ഞു തന്നപ്പോ കേരള മുസ്ലിം ജമാഅത്ത് എന്ന സംഘപിറവിയുടെ ആ സംഘടന പിറവിവെക്കുന്നതിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുമുതൽ ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത് അവർ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരായി രാഷ്ട്രീയക്കാരായി മാറുന്ന രാഷ്ട്രീയത്തിന്റെ തനിനിറം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇവിടുത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മണ്ണാർക്കാട് നമ്മുടെ എല്ലാ അർത്ഥത്തിലും കേരളീയ മുസ്ലിംകൾക്ക് അഭിമാനിക്കാനും മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് ഇന്നും കളങ്കം വരാതെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്ന, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ നമുക്ക് അഭിമാനത്തോടുകൂടി അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങൾ ഇവിടുത്തെ ഉലമാവും ഉമറാവും ഒരുപോലെ നിന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് മഹല്ലത്തുകൾ കേന്ദ്രീകരിച്ച് മദ്രസകളിലൂടെ ഒരു പ്രവർത്തനങ്ങളിലൂടെ നല്ല നല്ല ദീനീപരമായ പ്രവർത്തനങ്ങളിലൂടെ കെട്ടിപ്പടുത്തുണ്ടാക്കിയ ഈ ആത്മീയമായ ഉന്നതിയും അതുപോലെ തന്നെ സമുദായത്തിന്റെ ഐക്യവും തകർക്കുന്ന വിധത്തിൽ ഈ ഒരു ഉന്നതിയെയും ഈ പുരോഗതിയെയും തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഈ അടുത്ത് ഒരാദർശ സമ്മേളനം എന്ന പേരിൽ മണ്ണാർക്കാട്ട് വേദികെട്ടിയുണ്ടാക്കി എവിടെ നിന്നോ വന്ന പ്രഭാഷകർ, മണ്ണാർക്കാടിന്റെ ചരിത്രമറിയാത്ത, മണ്ണാർക്കാടിന്റെ താഴ്വരകൾ അറിയാത്ത, മണ്ണാർക്കാട് എന്തൊക്കെ സംഭവിച്ചു, എന്തെല്ലാം സംഭവിക്കും എന്ന് പോലും അറിഞ്ഞുകൂടാത്ത, മണ്ണാർക്കാടിന്റെ ചരിത്രത്തിന്റെ ബാലപാഠങ്ങൾ പോലും അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾ എന്തൊക്കെയാണ് അത് കേട്ടുള്ള ആളുകളോട് വിളിച്ചു പറഞ്ഞത്. സദസ്സിലിരിക്കുന്ന ആളുകൾ പോലും ഈ ലുബ്ധത കൊണ്ട് നാലിച്ചുകൊണ്ട് തനതാഴ്ത്തി പോകുന്ന അവസ്ഥാവിശേഷം. എന്റെ കാര്യം, മണ്ണാർക്കാട് വന്നു നിന്നുകൊണ്ട് ഒരു പണ്ഡിത വേഷധാരി സംസാരിച്ചത്, ഞാൻ ഈ പ്രഭാഷണം നടത്തുന്നത്, ഞാൻ ഈ കാര്യം സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് നമുക്ക് ആഭിമുഖ്യമുള്ളത് കൊണ്ടല്ല. അങ്ങനെ ഒരു ആഭിമുഖ്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ച്
സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഇല്ല എന്നത് അതിന്റെ കൃത്യമായ ആദർശമാണ്, അതിന്റെ നിലപാടുകളാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മണ്ണാർക്കാട് UDFന്റെ സ്ഥാനാർത്ഥിയായി നിലകൊള്ളുന്ന, സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന, മാത്രമല്ല നിലവിലുള്ള MLA കൂടിയായ അഡ്വക്കേറ്റ് ശംസുദ്ദീനെ പരാജയപ്പെടുത്തണമെന്ന് പ്രസ്താവന ഇറക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുവേണ്ടി മദ്രസകളുടെ അകത്തളങ്ങൾ പോലും ഉപയോഗപ്പെടുത്തി പിഞ്ചുമക്കളോട് പോലും നമ്മളിത് കൃത്യമായി ആലോചിക്കണം. ഞാനിതുവരെ കേട്ടിട്ടില്ലാത്ത വിധത്തില് വളരെ മോശമായി തനിത്തറ രാഷ്ട്രീയക്കാരുടെ പ്രവർത്തനങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഈ ഒരു വിഭാഗത്തിന്റെ അകത്തളം നമ്മൾ ആലോചിക്കുക. എന്തുകൊണ്ടാണിത് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ അവരെത്തിപ്പെട്ടത്? ഇത്തരമൊരു ഗതികേടിലേക്ക് അവർ വഴിമാറിപ്പോയതിന്റെ കാരണം എന്താണ്? മഹാരഥന്മാരായ എല്ലാനെ കൂട്ടി നേരത്തെ മനസ്സിലാക്കിയ, ഇവരുടെ പോക്കിന്റെ പരിണിത ഫലങ്ങളെ കുറിച്ച് കൃത്യമായി അറിഞ്ഞ മഹാരഥന്മാരായ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതുപോലെ, രാഷ്ട്രീയക്കാരായ ഇവർ പരിണമിക്കുമെന്ന് കാലക്കൂട്ടി അറിയിച്ചതുപോലെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ഒരുക്കത്തിന്റെ ഭാഗമായിട്ട് വേണം നമ്മൾ ഇതിനൊക്കെ കാണാൻ. ആ ശംസുദ്ദീനെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാഷണ വേദികെത്തി, ആദർശ വേദികെത്തി പ്രസംഗിച്ച ആ പണ്ഡിത വേഷധാരിയായ ആൾ പറഞ്ഞതെന്താ? കല്ലാങ്കുഴിയിൽ നടന്ന ഒരു കൊലപാതകത്തെ സംബന്ധിച്ചിടത്തോളം കൊലപാതകങ്ങൾ ദൗർഭാഗ്യകരമാണ്, നമ്മളവിടെ ന്യായീകരിക്കുകയല്ല, മറിച്ച് നമ്മൾ ഓർക്കണം, കല്ലാങ്കുഴിയിൽ നടന്ന ആ കൊലപാതകത്തെ ഇതിവൃത്തമാക്കിയിട്ട് കേരളീയ പ്രതിബദ്ധതയുള്ള ഉത്ഭുതരായ ജനങ്ങളോട് അവർ പറഞ്ഞത് ശംസുദ്ദീന്റെ അധികാര പരിധിയിൽപ്പെട്ട, അദ്ദേഹം പ്രസംഗിച്ച് നമ്മളൊക്കെ കേട്ടതാണ്. വടശ്ശേരി ഹസൻ മുസ്ലിയാർ എന്ന് പറയുന്ന ആ മനുഷ്യൻ വന്ന് പ്രസംഗിച്ച് നമ്മളൊക്കെ കേട്ടതാണ്. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിന്റെ MLA ആയിട്ടുള്ള, അധികാരിയായിട്ടുള്ള അഡ്വക്കേറ്റ് ശംസുദ്ദീന്റെ അധികാര പരിധിക്കുള്ളിൽ പെടുന്ന ഒരു സ്ഥലത്ത് ക്രൂരമായ ഒരു കൊലപാതകം നടന്നിട്ട് അവിടെ ഒന്ന് പോയോ? മാത്രമല്ല ആ മയ്യിത്തുകള് അവരുടെ പിതാവിനൊന്ന് കാണിച്ചു കൊടുക്കാൻ, ആ മരണപ്പെട്ട മയ്യിത്തുകളെ അവരുടെ പിതാവിനൊന്ന് കാണിച്ചു കൊടുക്കാൻ സുന്നി പടയണി ഏറെ വിഷമിച്ചു എന്ന് പറയുന്ന, ഇത്രമേൽ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട്, പച്ച പാറ വെച്ച കല്ല് വെച്ച നുണ പറഞ്ഞുകൊണ്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന ഇതര പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരോട്, SSFന്റെ പ്രവർത്തകരോട്, അതുപോലെ വിഘടിത SISന്റെ പ്രവർത്തകരോട് ആദർശ വേദികെത്തി കൈയടിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ചെല്ലുമെന്നുകൊണ്ട് എന്ത് വങ്കത്തരം പറഞ്ഞാലും, എന്ത് പൊട്ടത്തരം പറഞ്ഞാലും തക്ബീർ ധ്വനി മുഴക്കി ആവേശം കൊടുക്കാൻ ചെന്ന ആളുകളോട് വളരെ വിനയത്തോടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, വളരെ വിനയത്തോടെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്ന ആദരണീയനായ നമ്മുടെ ആവേശം, സുന്നി പടയണിയുടെ ആവേശം, സമദ് സാഹിബ് നമ്മുടെ വേദിയിലേക്ക് ഇതാ കടന്നു വരികയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സ പരിശുദ്ധ ദീനിന്റെ ദീനശബ്ദമായി നമുക്ക് നേതൃത്വം നൽകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ പുരുഷാരവം ഹർഷാരവങ്ങളോടെ സമദ് സാഹിബിന്റെ മഹത്തായ വാക്കുകളെ കാതോർക്കാൻ കാത്തിരിക്കുകയാണ്. ഞാൻ എത്തിക്കൊണ്ടു പോകുകയല്ല. ഈ കോരിച്ചൊരിയുന്ന മഴയത്തും, ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ഇനി മഴയല്ല, ഞങ്ങളുടെ ഡ്രസ്സ് മുഴുവനും, ഞങ്ങളുടെ വസ്ത്രം മുഴുവനും ചെളിയിൽ പുരണ്ടാൽ പോലും ഇൻഷാ അല്ലാഹ് ഈ പരിപാടി അവസാനിച്ച് സ്വലാത്ത് ചൊല്ലിയിട്ടല്ലാതെ ഈ പുരുഷാരവം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല. ഈ പുരുഷാരവം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല എന്ന് ഉറച്ച തീരുമാനത്തോടുകൂടെയാണ് ഈ സംഘ പടയണി ഇവിടെ നിലനിർത്തിച്ചിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സ നമ്മെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. വടശ്ശേരി ഹസൻ മുസ്ലിയാർ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് വന്ന് നിർവാണ പ്രസംഗം നടത്തിപ്പോയ ആ മനുഷ്യൻ മണ്ണാർക്കാട്ട് വെച്ച് നടത്തിയ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത്, ശംസുദ്ദീൻ എന്ന് പറയുന്ന നിലവിലുള്ള മണ്ണാർക്കാടിന്റെ MLAയുടെ അധികാര പരിധിയിൽപ്പെട്ട ഒരു സ്ഥലത്ത്, ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിൽ കൂടിയ മുഴുവൻ ആളുകൾക്കും അറിയില്ലേ, പെരുന്നാലി പ്രദേശത്തുള്ള SSFന്റെ പ്രവർത്തകരെ നിങ്ങൾക്കറിയില്ലേ? കല്ലാങ്കുഴി പ്രദേശം എന്ന് പറയുന്നത് എന്റെ നാടാണ്. കല്ലാങ്കുഴി അതൊരിക്കലും മണ്ണാർക്കാട് MLAയുടെ അധികാര പരിധിയിൽപ്പെട്ടതല്ല, മറിച്ച് ഇടതുപക്ഷ നേതൃത്വം നൽകുന്ന, ഇടതുപക്ഷ MLA ഭരിക്കുന്ന കോങ്ങാട് മണ്ഡലത്തിന്റെ പരിധിയിൽപ്പെട്ടതാണ് കല്ലാങ്കുഴി എന്ന് പറയുന്ന
പ്രദേശം. അവിടെയാണ് കൊലപാതകം നടന്നത്. ആ കൊലപാതകത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ആ കൊലപാതകത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അവിടെ സംശുദ്ധിയിലൊന്ന് പോയോ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ കണ്ണീർ വാതകം പ്രയോഗിക്കുന്നത് കാണാൻ ആഗ്രഹിച്ച മനുഷ്യൻ പിന്നെ പറഞ്ഞ നുണ എന്താണ്? കല്ലുവച്ച നുണ എന്താണ്? ഇത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ SSFന്റെ പ്രവർത്തകന്മാർ ഈ കുമുരാനിയിൽ വേദി കെട്ടാൻ തയ്യാറായാൽ വടശ്ശേരിയുടെ പ്രസംഗത്തിന്റെ ക്ലിപ്പ് ഞങ്ങൾ ഇവിടെ ഇടുമെന്നത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. വടശ്ശേരി പറഞ്ഞു, ആ മയ്യിത്തുകൾ അവരുടെ പിതാവിനൊന്ന് കാണിക്കാൻ, ആദ്യം പറഞ്ഞു ഭാര്യമാരെ ഒന്ന് കാണിക്കാൻ വല്ലാതെ വിഷമിച്ചു. പിന്നെ പറഞ്ഞു അവരുടെ പിതാവിനെ ആ മയ്യിത്തൊന്ന് കാണിക്കാനേറെ പ്രയാസപ്പെട്ടു എന്ന്. എങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ വടശ്ശേരി ഹസൻ മുസ്ലിയാരോടൊന്ന് പറഞ്ഞു കൊടുക്കണമായിരുന്നു. ഈ സംഭവം നടക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആ സഹോദരന്മാരുടെ പിതാവ് മരണപ്പെടുകയും ഇന്ന് മണ്ണറയിൽ ജീവിക്കുകയുമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ എന്ന് ഞങ്ങൾ ഈ വേദിയിൽ വെച്ചുകൊണ്ട് പറയാൻ ദുആ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, കഥയറിയാതെ ആട്ടുകൊണ്ടുള്ളാൻ വേണ്ടി കടന്നു വരുന്ന ആളുകളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണമായിരുന്നു. അല്ലെങ്കിലോ ആ ഒരൊറ്റ പ്രസംഗം കൊണ്ട്, ആ ഒരൊറ്റ പ്രഭാഷണം കൊണ്ട് ഈ മണ്ണാർക്കാട് മണ്ഡലത്തിലെ മുഴുവൻ ആളുകളും നിങ്ങളുടെ പോക്ക്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നിടത്താണ് കാര്യങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ സമസ്തകളുടെ ഉലമാക്കളെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ സാധാരണക്കാരായ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു പരിഗണിക്കേണ്ടി വന്നിട്ടുണ്ട്. സമസ്തയുടെ പ്രവർത്തകന്മാരെ നോക്കിയിട്ട് ആരെങ്കിലും ഇങ്ങനെ കളിയാക്കാനോ പരിഹസിക്കാനോ നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കൃത്യമായ, വ്യക്തമായ, സുന്ദരമായ ദീനീ ചിട്ടയിലൂടെയുള്ള ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തി വഴിനടത്തി നമുക്കറിയാം, നമുക്ക് മാതൃക കാണിച്ചപ്പോ അവരുടെ പാതയിൽ ഉറച്ചു നിൽക്കാൻ, അവരുടെ വഴി സഞ്ചരിക്കാൻ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹു നമ്മുടെ ദുആനെ സ്വീകരിക്കുമാറാകട്ടെ. ആ പ്രാർത്ഥനയാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അതായത് അസ്സുആലു ഇലാ അയ്നിൽ ഇൻസാനി ബിതരീഖിൽ മുതഖദ്ദിമീന സ്വാലിഹീൻ, മഹാന്മാരായ സൽവൃത്തരായ മുൻഗാമികളായ ആളുകളുടെ മാർഗത്തോട് ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹു എന്നുള്ള പ്രാർത്ഥന നാം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് മരണപ്പെട്ടുപോയ നമ്മുടെയൊക്കെ ആത്മീയമായ നേതൃത്വത്തിൽ നമുക്കൊക്കെ ആവേശവും ആഗ്രഹവുമായിരുന്ന മഹാനായ കോയക്കുട്ടി ഉസ്താദ് നവ്വറല്ലാഹു മർഖദ, അല്ലാഹു മഹാദരുടെ പാരത്രീക ദറജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അവർ കാണിച്ചു തന്ന ആത്മീയ വഴിയിൽ സഞ്ചരിക്കുവാനും അവർ എത്തിപ്പെടുന്നിടത്ത് അവരൊരുമിച്ച് കൂടുന്ന സ്വർഗീയ ആരാമത്തിൽ സഞ്ചരിക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. അവരൊക്കെ കാണിച്ചു തന്ന ആത്മീയ വഴിയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ആരെന്തൊക്കെ പറഞ്ഞാലും, ഏതൊക്കെ വിധത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കച്ചകെട്ടിയിറങ്ങിയാലും അവരൊക്കെ ഇരുത്തേണ്ടെടുത്താനും SKSSFന്റെ SYSന്റെ സമസ്തകളുടെ ജമിയത്തുള്ളവരുടെ പണ്ഡിതന്മാരുടെ നിർദ്ദേശം കേൾക്കുന്ന ഈ സുന്നി പടയണി പ്രതിജ്ഞാബദ്ധമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സംഘശക്തിയെ പതറാതെ ചിതറാതെ നല്ല രീതിയിൽ സുന്ദരമായ പ്രവർത്തനങ്ങളോടെ വിജ്ഞാനവും വിനയവും സേവനവും മുഖമുദ്രയാക്കി ഈ സ്വാർത്ഥവാഹക സംഘത്തിന് മുന്നോട്ട് പോകാൻ അതിനൊരു കളമൊരുക്കി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഓഫീസിന്റെ പ്രവർത്തനങ്ങളിലൂടെ സാധ്യതമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.